നമസ്കാരം. സർക്കാരിന്റെ ഔദാര്യത്തിൽ നിലമ്പൂരിൽ വിജയിച്ചു കയറിയ ആളാണ് PV അൻവർ MLA. സർക്കാരിൽ ഇരുന്നു കൊണ്ട് തന്നെ സർക്കാരിനെതിരെ നിരവധി ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? തന്റെ വഴിക്ക് സർക്കാരിനെ കൊണ്ടുവരിക എന്നാണ്. മുക്കിന് പത്രസമ്മേളനങ്ങൾ വിളിക്കുന്നു, അതിലേക്ക് ആളുകളെ വാടകയ്ക്ക് എടുത്തു കൊണ്ടുവന്ന് കസേരകൾ നിറയ്ക്കുന്നു. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ആരെങ്കിലും വന്നൊന്ന് സംസാരിക്കുകയാണെങ്കിൽ അതൊക്കെ തനിക്ക് പിന്തുണ തരാൻ വേണ്ടിയാണ് എന്ന സംസാരം. ഒടുവിൽ അൻവർക്ക, അതെ മറ്റാരുമല്ല, നമ്മുടെ കള്ള അൻവർക്ക പാർട്ടി രൂപീകരിച്ചു. ആ പാർട്ടിക്ക് ആളെ കൂട്ടാനുള്ള തത്രപ്പാടായിരുന്നു പിന്നീട്. ആ പാർട്ടിക്ക് പിന്തുണ തേടി മമതാ ബാനർജിയുമായി വരെ ചർച്ച നടത്തിയിരുന്നു. ഇപ്പൊ പവനായങ്ങ് ശവമായി കോൺഗ്രസിലേക്ക് എത്തുകയാണ് ആര്? നമ്മുടെ അൻവർക്ക. മുഖ്യമന്ത്രി പറഞ്ഞ ആ വായ്പോയ കോടാലി മറ്റാരുമല്ല, അൻവർ തന്നെയാണ്. അൻവർ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് വിവരം. അൻവറിന് സുധാകരന്റെ പിന്തുണയുണ്ടെന്നും പുതിയ നീക്കങ്ങൾ രമേശ് ചെന്നിത്തലയുടെ അറിവോടെയാണോ എന്നൊക്കെയാണ് പറച്ചിൽ. സുധാകരനുമായി അൻവർ നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും മറ്റു ചില നേതാക്കൾക്കും അൻവർ കോൺഗ്രസിലേക്ക് തിരിച്ചെന്ന് തീരെ അങ്ങോട്ട് പിടിക്കുന്നില്ല. അൻവറിനെ UDF എടുക്കുന്നതിനോട് നേരത്തെ തന്നെ ലീഗ് നേതൃത്വം അനുകൂല സമീപനമല്ല സ്വീകരിച്ചിരുന്നത്. ഇവരുടെ തീരുമാനം അൻവറിന്റെ, അതായത് കോൺഗ്രസ് പ്രവേശനത്തിന് നിർണായകമാകുമെന്ന കാര്യം സത്യമാണ്. ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ ഭാഗമാകാനായിരുന്നു അൻവർ DMKയുടെ ലക്ഷ്യം. ഇന്ത്യ മുന്നണിയിൽ CPM-മായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന DMK തുടക്കം മുതൽ തന്നെ അൻവറിനെ അങ്ങ് തള്ളിക്കളയുകയായിരുന്നു. DMK അധ്യക്ഷനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിനുമായി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവറിന്റെ കാര്യത്തിൽ ആശയവിനിമയം നടത്തിയിരുന്നു. ഇക്കാര്യത്തിൽ അതോടെ അങ്ങ് തീരുമാനമായി. എന്നാൽ ദ്രാവിഡ മുന്നേറ്റ കഴകം താല്പര്യം പ്രകടിപ്പിക്കാത്തോടെ അൻവർ തൃണമൂൽ കോൺഗ്രസുമായും SP-യുമായും ചർച്ച അങ്ങ് നടത്തി. ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ സ്ഥാനാർത്ഥിയെ നിർത്തി അൻവർ പാലക്കാടും വയനാടും UDF-ന് പിന്തുണച്ചിരുന്നു. ഇടതുപാളയം വിട്ടതോടെ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന സംവിധാനം രൂപവൽക്കരിച്ചാണ് പൊതുപ്രവർത്തന രംഗത്ത് സജീവമായത്. അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും അൻവർ ശക്തി പ്രകടനത്തിന് ശ്രമം നടത്തിയിരുന്നു. വയനാടും പാലക്കാടും UDF പിന്തുണയും നൽകിയിരുന്നു. ചേലക്കരയിൽ KPCC മുൻ സെക്രട്ടറി NK സുധീർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചിരുന്നു. എന്നാൽ ഇതില് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, അൻവർ മൊത്തത്തിൽ അങ്ങ് മൂഞ്ചി പോവുകയും ചെയ്തു.